ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ഈ ഫേസ്ബുക്കിലാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സ്റ്റാർ കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ലൈവിൽ വരുമ്പോൾ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്യണേ, സ്റ്റാർ ഇതാ എന്നൊക്കെ പറയും. പക്ഷേ ആ സ്റ്റാറിൻ്റെ പുറകിലും ആ സബ്സ്ക്രിപ്ഷൻ്റെ പുറകിലും വേറെ ഒരുപാട് വർക്കുകൾ വേറെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് മാന്യമായ രീതിയിൽ വന്നിരുന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യണേ എന്ന് പറയാൻ പോലും തോന്നുന്നില്ലെന്നേ. സത്യസന്ധമായിട്ട് ഞാൻ പറയുക. അതൊക്കെ പോട്ടെ. ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നല്ല മാന്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത, അത് അത്ര രീതിയിൽ മാന്യമായ ഡ്രസ്സ് ധരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മാന്യമായ രീതിയിൽ ഡ്രസ്സ് ധരിച്ച് ഇപ്പോൾ ഒരു മനുഷ്യർക്ക് ഷൂട്ടിന് പോലും വരാൻ പറ്റില്ല എന്നുള്ളൊരു വീട്ടമ്മയുടെ ഒരു പരാതി വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ടെക്നോളജി വളർന്നതനുസരിച്ച് എല്ലാത്തിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. എവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അവിടെ ചെന്ന് ഫോട്ടോസ് എടുക്കാൻ, വീഡിയോസ് എടുക്കാൻ സൂം ചെയ്താണ് നോക്കുന്നത്. കാരണം സൂം ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരു പൊടി കാണാൻ പറ്റത്തില്ലത്. അത്ര മാന്യമായ രീതിയിൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നിന്ന് ഷൂട്ട് ചെയ്യുന്ന അവരുടെ അടുത്ത് പോയി പിന്നെ ഫോണിൽ ഫോട്ടോയും വീഡിയോയും എടുത്ത് സൂം ചെയ്ത് നോക്കിയിട്ടാണ് ഓരോന്ന് ആസ്വദിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളെയൊക്കെ എന്താണ് പറയേണ്ടത്? അപ്പം ഈ പരാതിയായിട്ട് വന്ന വീട്ടമ്മ ആരാണെന്ന് അറിയണ്ടേ? അതൊന്ന് കേട്ട് നോക്ക്. എവിടെയെങ്കിലും ഷൂട്ട് എടുക്കുന്നുണ്ട് ഞാൻ വായും പൊളിച്ചിരിക്കുന്ന കുറെ ഐറ്റങ്ങളുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാ തോമാരുടെയിലും ഈ ഫോൺ ഉള്ളതുകൊണ്ട് ഉടുക്കത്തെ സൂം ചെയ്ത് നോക്കലും വായനോട്ടം അതും ഇതൊക്കെയാണ്. ഇവന്മാരൊക്കെ എന്ത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി വളരുന്നതോറും ഓരോരുത്തന്മാരുടെ തോന്നിവാസങ്ങളില്ലേ കൂടി വരികയാണ്. സൂം ചെയ്ത് നോക്കിയില്ലെങ്കിൽ യാതൊന്നും കാണാൻ പറ്റത്തില്ല. അത്ര മാന്യമായ രീതിയിലുള്ള വീട്ടമ്മയൊക്കെയാണ് ഇവന്മാർ. ടെക്നോളജി വളർന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ? ഇവരുടെ ഈ പരാതി ഗവൺമെൻറ് കേട്ടിട്ട് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം. കാരണം ഇവരൊക്കെ പറയുന്നത് സ്വീകരിക്കണം. കാരണം ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണാത്ത രീതിയിൽ അത്ര മാന്യമായ ഡ്രസ്സ് ധരിച്ച് ഷൂട്ട് നടത്തുന്ന ഇവരെ ഈ പരാതി സ്വീകരിക്കണം. അതിന് വേണ്ടുന്ന നടപടി എടുക്കണം. ടെക്നോളജി അടിച്ചു താക്കണം. ഈ ടെക്നോളജി വളരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതും സൂം ചെയ്ത് അവന്മാരുടെ കണ്ണ് കുഴയ്ക്കും അവന്മാരുടെ കണ്ണ് കഴിക്കും. കാരണം അത്രമാത്രം സൂം ചെയ്താലേ എന്തെങ്കിലും കാണാൻ പറ്റത്തുള്ളേ. അതിനകത്ത് എല്ലാം ഡ്രസ്സ് കൊണ്ട് മറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അയ്യോ ആളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സത്യസന്ധമായിട്ട് ഞാൻ പറയും, ഇനി ഇങ്ങനെയുള്ള ആർമാദിപ്പ് വീഡിയോകൾ എടുത്ത് തന്നെ ഞാൻ ഇനി റിയാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 10 പേര് ഒരുമിച്ച് ഇങ്ങനെ അങ്ങ് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഒതുക്കാൻ പറ്റും. ഇതൊന്നും അല്ല, കുറേ കിടപ്പുണ്ട്. 10 പ്രാവശ്യം 10 ഫിസിൽ അല്ലെങ്കിൽ പോയിട്ട് ഒരു 10-25 ഫിസിൽ അടുപ്പിച്ചടിച്ചാൽ പോലും വേവാത്ത കുറേ തൈകൾ വന്ന് കിടന്ന് കാണിക്കുന്നത് കണ്ട ദൈവം പോലും സഹിക്കത്തില്ല. അതായത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തിയേക്കണേ. ബൈ.